കാലോചിതമായ ഒരു പരിഷ്കാരമായിട്ടാണ് കാണുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് സത്യത്തിൽ സിനിമകളിൽ മാത്രമല്ല യഥാർത്ഥ ക്യാമ്പസിനകത്തും പിൻബെഞ്ചിലാക്കപ്പെട്ട് മാനസികമായി പിരിമുറുക്കം നേരിട്ട ഒട്ടേറെ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അറിയുകയും ചെയ്യാം. എന്തിനാണ് എല്ലാ കാലത്തും ഒരേ തരത്തിലുള്ള രീതി തന്നെ തുടരണം എന്ന് നമ്മൾ വാശി പിടിക്കരുത് എന്നാണ് നമ്മുടെ അഭിപ്രായം. പ്രത്യേകിച്ചും പ്രൈമറി ക്ലാസ്സുകൾ, ചെറിയ ക്ലാസ്സുകൾ അത്തരം പരിഷ്കാരങ്ങൾ മുമ്പേ തന്നെ കൊണ്ടുവന്നതാണ്. ഇപ്പോ ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നില്ലെങ്കിലും ക്ലാസ് മുറിക്കകത്ത് അധ്യാപികമാർ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഇത്തരം രീതികൾ ആവിഷ്കരിക്കാറുണ്ട്. അത് ഫലപ്രദമായിട്ടാണ് കുട്ടികളിൽ മാനസികമായി എല്ലാ കുട്ടികളെയും പരിഗണിക്കുന്നു. പക്ഷേ ജയകൃഷ്ണൻ, നമ്മുടെ നിലവിലുള്ള ക്ലാസ് റൂമിന്റെ വിസ്തീർണം അനുസരിച്ച് അങ്ങനെ വട്ടത്തിലിരുത്തുക സാധ്യമാണോ? മറ്റൊന്ന്, നിലവിൽ തന്നെ പ്രൈമറി ക്ലാസ്സുകളിൽ കുട്ടികളെ റൊട്ടേഷൻ വൈസിൽ മാറ്റിയിരുത്തുന്നുണ്ട്. ഈ ക്ലാസ് മുറിയുടെ വിസ്തീർണം ഒരു പ്രശ്നമല്ലേ? നോക്കൂ, പ്രൈമറി ക്ലാസ്സിൽ 1-ാം ക്ലാസ്സിൽ വരുന്നതിന് തൊട്ട് മുമ്പ് അംഗൻവാടികളിലും നഴ്സറികളിലും കുട്ടികൾ വൃത്താകൃതിയിൽ ഇരുന്നും പഠിച്ചും കളിച്ചുമാണ് വരുന്നത്. വലിയൊരു മാറ്റമൊന്നും 1-ാം ക്ലാസ്സിലേക്കും 2-ാം ക്ലാസ്സിലേക്കും വരുമ്പോൾ അവരെ വരിയായി ഇരുത്തി ഈ അടുക്കും ചിട്ടയോടുകൂടി ഒരു പട്ടാള ചിട്ടയിൽ ഇരുത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അത് അവർക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിലൊരു മാറ്റം ഒറ്റയടിക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല, അതിനകത്ത് കുട്ടികളുടെ മനഃശാസ്ത്രവും ആ ബോധന രീതിയും എല്ലാം വെച്ചുകൊണ്ട് സാധ്യമായ മാറ്റം സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ശരി, നന്ദി ജയകൃഷ്ണൻ ഈ വാർത്തകൾ പ്രതികരിച്ചത്.